നമ്മൾ ആദ്യം പങ്കുവെക്കാൻ പോകുന്ന റിപ്പോർട്ട് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മനസ്സിലാകുന്നത് അത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് +1 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ആയിരിക്കും. ഒരു പാട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ പാട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ പാട്ടിന്റെ സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം ഒരു ജീവിതത്തിലൊരു അത്ഭുത യാത്ര, ഒരു പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്, ഒരു പാഠപുസ്തകത്തിലേക്ക് കടന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതിന്റെ സൃഷ്ടാവ് എന്ന് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ആ മനുഷ്യനെ കുറിച്ചും ആ പാട്ടിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നാടിന്റെ പഴയ കാലത്തെ തൊഴിലിനെ കുറിച്ചുള്ള പാട്ട് +1 പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓണാട്ടുകര മേഖലയായ തഴവയിലെ തഴപ്പായ നെയ്യുന്നവരെ കുറിച്ചുള്ള പാട്ടാണ് +1 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ശരിക്കും പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല പ്രത്യേകത. ആ പാട്ട് എഴുതിയ വ്യക്തിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കുളക്കരയിലെ കൈത പൂത്ത പൊക്കാതെ കുത്തിയ പെണ്ണെ, കീറിച്ചുറ്റി നെയ്തെടുത്തൊരു കനവ് കണ്ടടി പെണ്ണെ. ഇതാണ് തഴപ്പാട്ട്. ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ പൈതൃകം വിളിച്ചു പറഞ്ഞ ഒരു ഡോക്യുമെന്റ് എന്നുള്ളതാണ്. അത് എഴുതിയത് അനിമങ്കാണ്. +1 കുട്ടികൾ പഠിക്കുന്നു. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത അനിമങ്കിന്റെ പാട്ട്. അതോ പാസ്സായോ? ഇല്ല, കായംകുളം സ്വദേശിയാണ്. അത് ഈ തഴപ്പാട്ടിന്റെ എഴുതിയ ആളാണ്. പക്ഷേ 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. പറ, കേൾക്കട്ടെ. ഒരുപാട് സന്തോഷം. കാരണം പ്രത്യേകിച്ച് അമ്മ നമ്മുടെ നെയ്തെടുത്ത ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 പേര് മാത്രമേ ഉള്ളൂ. ഈ ഓണാട്ടുകരയുടെ ഒരു പൈതൃക തൊഴിലല്ലേ, ഇതൊക്കെ അടയാളപ്പെടുത്തി പോകേണ്ടതാണല്ലോ നമ്മുടെ ജോലി. പാട്ട് ജനകീയമാകാൻ കാരണം ഓണാട്ടുകരയുടെ ചില പ്രാദേശിക ഭാഷകളും പ്രയോഗങ്ങളും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് എനിക്ക് തോന്നുന്നു 80-90 വയസ്സുള്ള അമ്മമാരെ കണ്ടില്ലേ, ഇവർ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ഒരു ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പിലില്ലാത്തൊരു സാധനമാണ് തഴപ്പായ നെയ്ത്തെന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ. എല്ലാവരും എങ്ങനെ ഈ +1 പുസ്തകത്തിലേക്ക് വന്നത്? ഇത് പാട്ട് കുറേ നന്നായി വൈറലായി. പക്ഷേ ഇതിവർ ഒരു വർഷം കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിൽ നിന്ന്. അപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. ഈ ഡോക്യുമെന്ററി ഇറങ്ങിയൊരു 5 വർഷമായില്ലേ? ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അതെ അതെ. അത് കഥാപ്രസംഗത്തിലെ അമ്മ സാവിത്രിയമ്മ മരിച്ചുപോയി. പിന്നെ ഈ ഡോക്യുമെന്ററിയിലെ 3 പേര് മരിച്ചുപോയി. ഈ കൈതോലെ നമ്മുടെ ഒരു കാലത്ത്, ചെറുപ്പകാലത്ത് ഈ ഓണാട്ടുകരയുടെ പല മേഖലയിലും, ഇപ്പം മാവേലിക്കര അല്ലെങ്കിൽ അരിപ്പാട്, ചെന്നിത്തല, കൃഷ്ണപുരം, കായംകുളം മേഖലയിലൊക്കെ പല വീടുകളും, ഗ്രാമപ്രദേശങ്ങളിൽ, ടൗണിലല്ല, ഇതുപോലെ ഇങ്ങനെ പറയാൻ പോകാറുണ്ടായിരുന്നു. ഞാനും ഈ ഇതുപോലൊരു അമ്മയുടെ സൈഡിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഈ സൗണ്ട് കേട്ട് ഇതൊരു പ്രത്യേക താളമില്ലേ, ആ താളത്തിൽ നിന്നാണ് നമ്മളും തുടങ്ങുന്നത്. എന്തായാലും കുട്ടികൾ പഠിക്കാൻ പോകും. അതെ, കുട്ടികൾ പഠിക്കാൻ പോവുക. കാരണം ഞാൻ പഠിച്ച കവികളോടൊപ്പമാണ്. അതാണ്. കുമാരനാശാനുണ്ട്, വള്ളത്തോളുണ്ട്, ചങ്ങമ്പുഴയുണ്ട്, വൈലോപ്പള്ളിയുണ്ട്. അവരോടൊപ്പം ഈ 10ാം ക്ലാസ്. അതെ അതെ, മഹാ കവികൾക്കൊപ്പം. അതായത് ചെറുപ്പകാലത്ത് അമ്മയും ഉമ്മയൊക്കെ നെയ്യുമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇത് ഉപജീവനമാർഗ്ഗം അല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാ വീടുകളിലും ഇതൊക്കെ കൊടുത്തുക, ഇത് തഴ ഇറക്കാൻ പോവുക. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇതിന് പറയുന്ന പേര് പുതിയാപ്പിളപ്പ എന്നാണ്. അതായത് തുമ്പുവ, അതായത് കല്യാണം കഴിഞ്ഞ്. അതെ അതെ അതെ. ഒരു തൊഴിലാളികളുടെ 6-7 ദിവസത്തെ അധ്വാനമല്ലേ. ഇതിന് തുച്ഛമായ ഈ തൊഴിലുറപ്പും ഇതുമൊക്കെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇല്ലാതായി പോയത്. ഈ കശുവണ്ടി ഫാക്ടറി അതൊക്കെ വന്നതിന് ശേഷമാണ് ഇത് എന്നേക്കുമായി തീർന്നത്. ചടഞ്ഞിരുന്ന് ഞാൻ നെയ്തെടുത്തൊരു പായ കണ്ടുടി പെണ്ണേ, പാകം വന്നൊരു പായത്തുമ്പേൽ പാട്ടും കേട്ട് ഞാനിരുന്നേ. അങ്ങനെ ഈ പാട്ട് കേട്ട് പാട്ട് പാടി +1 വിദ്യാർത്ഥികൾ പഠിക്കും. അത് പഠിക്കുന്നത് ഒരു 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പാട്ടാണ്, വരികളാണ്, കവിതയാണ്. പക്ഷേ അതിഗംഭീരമായ ഡോക്യുമെൻ്ററിയും കഥകളും ഒക്കെ തന്നെ എഴുതുന്ന അനിമങ്ക് കായംകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും. ഗംഭീരമായിട്ട് പാടി കേട്ടോ. ചാർവാൻ ഷാനാസ് പേരിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, തഴപ്പാട്ട് +1 പാഠപുസ്തകത്തിലുണ്ട്, അത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശരിയാണ്, ഒരു
പൈതൃക തൊഴിലിനെ കുറിച്ച്, അന്യം നിന്ന് പോകുന്ന ആ ഒരു തൊഴിലിനെ കുറിച്ച്, അതിന്റെ തൊഴിലാളികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച്, ഒരു നാടിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ എല്ലാം വിവരിക്കുന്നതാണ് ആ പാട്ടിലൂടെ. അതോടൊപ്പം തന്നെയാണ് ആ പാട്ട് എഴുതിയ ഒരു വ്യക്തിയുടെ ജീവിതവും. കടം പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ് വരെ പഠിച്ച അനിമങ്കിന്റെ ആ ഒരു പാട്ട്, തഴപ്പാട്ട്, ഇപ്പോൾ +1 കുട്ടികൾ പഠിക്കുകയാണ്. ശരിക്കും ഒരു അത്ഭുതകരമായ ഒരു ജീവിതം അങ്ങനെയാണ് കടന്നു വന്നത്. കുട്ടികൾക്ക് ആർക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു ജീവിതം, അതും അറിഞ്ഞിരിക്കണം അവർ. കൈതോല ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തഴപ്പായെക്കുറിച്ചുള്ള, ആ തഴപ്പായ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പാണ് അനിമങ്ക് പുറത്തിറക്കിയത്. അത് വലിയ പ്രശസ്തി നേടിയിരുന്നു. അന്ന് നമ്മൾ വാർത്ത നൽകുകയൊക്കെ തന്നെ ചെയ്തതാണ്. ആ പാട്ട് പാടിയ ഒരു കലാകാരി സാവിത്രി അമ്മ, ആ അമ്മയെന്നില്ല എങ്കിൽ പോലും ആ അമ്മയെക്കുറിച്ചുള്ള അമ്മയുടെ പാട്ടുകളും തഴപ്പാട്ടും ഒക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. ഒട്ടേറെ പ്രേക്ഷകർ ഏറ്റെടുത്തതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ആ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടായിരുന്ന പാട്ട്, ഡോക്യുമെൻ്ററി പൂർണ്ണമായിട്ടും +1 പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതിയിരുന്നെങ്കിൽ പോലും, പക്ഷേ ആ പാട്ടാണ് ഉൾപ്പെടുത്തിയിട്ട് അതിഗംഭീരമായിട്ടുള്ള, അത് ഈ തഴവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഓണാട്ടുകര മേഖലയാണ്. കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് തഴവ. അവിടെയാണ് ഏറ്റവും കൂടുതൽ തഴപ്പ പണ്ട് കാലത്ത് കിടക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന, ഏതെങ്കിലും ഫംഗ്ഷനുകൾക്കൊക്കെ തന്നെ വിരിച്ച് ഉപയോഗിച്ചിരുന്ന തഴപ്പ തയ്യാറാക്കിയിരുന്നത്. ഓണാട്ടുകര മേഖലയുടെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തഴപ്പായ നെയ്യുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് അവരുടെയൊക്കെ ഉപജീവന മാർഗ്ഗം കൂടിയായിരുന്നു തഴപ്പ നിർമ്മാണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പാട്ടാണ്. ആ പാട്ടാണ് ഇപ്പോൾ ഹിറ്റായിരിക്കുന്നത്. അങ്ങനെ അത് ഇപ്പോൾ +1 പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അനിമങ്ക് കായംകുളം സ്വദേശിയാണ്. 10ാം ക്ലാസ് വരെ മാത്രമാണ് വിദ്യാഭ്യാസമുള്ളത്. 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്, പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. വർഷങ്ങളായിട്ട് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. കലയെ സ്നേഹിക്കുന്നു, ഈ നാടിനെ സ്നേഹിക്കുന്നു. ഈ നാടിൻ്റെ പഴമ എന്താണ്, ആ പഴമയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് പരിശോധിച്ച് അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തി, പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികളായിട്ടാണെങ്കിൽ ഡോക്യുമെൻ്ററികളായിട്ട് അങ്ങനെയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഈ ഓണാട്ടുകര മേഖലയിലുള്ള ചില വാക്കുകളുണ്ട്. അതിൽ നമുക്ക് കേട്ടുപരിചയമുണ്ട്. കൊച്ചാൻ എന്നൊക്കെ പറയാറുള്ള, കൊഞ്ഞാണൻ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അതൊക്കെ ഓണാട്ടുകര മേഖലയിൽ ചില കൗതുകത്തോടു കൂടി വിളിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകളൊക്കെ കൂടി ചേർത്ത് ഈ നാടിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച്, ഭാഷ ഉപയോഗിച്ച് ഒരു നോവൽ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് അതിലെടുത്ത് പറയേണ്ടത്, 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു വ്യക്തി എഴുതിയ പാട്ട്, ആ പാട്ട് +1 കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അത് ആ പാട്ടിൻ്റെ ഗുണം കൊണ്ടും അല്ലെങ്കിൽ പാട്ടിൻ്റെ മേന്മകൊണ്ടും ഒക്കെ തന്നെയാണ് അത് ഏറ്റെടുക്കാൻ ഈ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായത്. പുസ്തകം തയ്യാറാക്കുന്ന ആൾക്കാർ അതിന് തയ്യാറായതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കുട്ടികൾ പഠിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതല്ലേ. അപ്പോൾ നാടിനെ സ്നേഹിക്കുന്ന, ആ ഭാഷയെ സ്നേഹിക്കുന്ന, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ശരിക്കും ഒരു സമയത്ത് പരാജയപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിൽ നിന്നും ഇപ്പോൾ ഒരു പാഠപുസ്തകത്തിലേക്ക് പുതുതലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ സമ്മാനവുമായിട്ട് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അത് വലിയൊരു അംഗീകാരം കൂടിയാണ്. ശരിക്കും ആ ഒരു എഴുത്തുകാരൻ്റെ, ആ ഒരു സൃഷ്ടാവിൻ്റെ ജീവിതവും കൂടിയാണ് നിങ്ങൾ ഈ തഴപ്പാട്ട് എന്ന പാട്ടിലൂടെ പഠിക്കുന്നത്.